ഫ്രണ്ട്സ്, അപ്പോൾ ജേണലൊക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ. അതുകൊണ്ട് ഒരു ജേണൽ ചെയ്താലോ. ഇതെൻ്റെ മന്ത് ജേണലും ഇങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ജേണലാണ്. കവായും മൈ ഡെയിലി റുട്ടീനും പിന്നെ ഇതുപോലെ ലബൂബും ഒക്കെ ഞാൻ ജേണലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓഗസ്റ്റിൻ്റെ ജേണലാണ്. ഓഗസ്റ്റൊക്കെ ആയില്ലേ, 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയി. എൻ്റെ 8-ാം തീയതി ആർട്സ് ഡേ പരിപാടി ഉണ്ട് ഗൈസ്, അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ ഈയിടക്കായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് എനിക്ക് എക്സാംസ് ആയിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാൻ പറ്റാതെ. അപ്പം പറഞ്ഞു തരുന്ന മാതിരി നമ്മളിതുപോലെ ഓഗസ്റ്റ് കൊടുത്തിട്ട് അതിൽ ഗ്രീനും പിങ്കും ആയിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറെ കാര്യം, നിങ്ങൾ ഇതുപോലെ മന്ത് ജേണലൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കണ്ടിട്ട് പിങ്കും ഗ്രീനും ആയിട്ട് തന്നെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ ഫേവറേറ്റ് കളറായെങ്കിലും കൊടുക്കാം. എനിക്കിപ്പം ഇതുപോലത്തെ ഒരു തീമിലാണ് ആക്കാൻ തോന്നിയത്. ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ, പക്ഷേ ആ ഫോട്ടോയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 സൈഡിലായിട്ട് പിങ്ക് കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്രൗൺ കളറ് ഒരു ചെടിയായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനത്തെയും പൂവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പൂവ് പോലെ വട്ടം വരച്ചു കൊടുക്കാം. പിന്നെ വിചാരിച്ചു കുറച്ച് ഡിസൈൻസ് ആയാലോ എന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്ട്രോബെറി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേറെ തന്നെ ഒരു കളറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ മെലണോ അല്ല ബനാനയോ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇവിടെ സ്ട്രോബെറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പറഞ്ഞു തരുന്നു, നമ്മളിവിടെ ആയിരുന്നു. ഇനി നമുക്ക് ഇല വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ആ പിങ്കിൻ്റെ മുകളിൽ പച്ച വരുമ്പോൾ എന്തോ മാതിരി ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു ഹൈലൈറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ വിത്തൊക്കെ വരച്ചു കൊടുത്തു. എന്നിട്ട് വിചാരിച്ചു ഇങ്ങനെ നോക്കിയാലേന്ന്. ആദ്യം അതിൻ്റെ ആ ബ്രഷ് പെന്നിൻ്റെ മുകളിൽ കൂടെ വരക്കുമ്പോൾ മഡ്ജായിനി. എൻ്റെ പിന്നെയും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി. ഇനി ഞാൻ ഡാർക്ക് പിങ്ക് കൊണ്ട് കുത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ചെറുതായിട്ടേ ഇല്ലൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറേ കുത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഞാൻ ഒരു ഇല വരച്ചു കൊടുക്കുന്നുണ്ട്. ഇലേൻ്റെ അപ്പുറം ചെറിയും ഉണ്ട്. നമുക്കാദ്യം ഇല വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 2 സൈഡിൽ ഇല വരക്കുന്നുണ്ട്. ടോപ്പ് ഭാഗത്താട്ടോ ഞാൻ ഇല വരക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ ചെറീൻ്റെ തണ്ട് വരച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ പച്ചന് വേണ്ട, ഞാനിവിടെ ബ്രൗൺ ഒരു ഊളൊക്കെ വരച്ചു കൊടുത്തതാണ്. ഇനി നമുക്ക് ലൈറ്റ് പിങ്ക് ചെറിയ വരച്ചു കൊടുക്കാം. സാധാ പിങ്ക് അല്ലല്ലോ, റെഡ് അല്ലേ, നമുക്കെല്ലാം അറിയൂ. എന്നാലും ഒരു ഗമ്മക്ക് വരച്ചു കൊടുത്താൽ. ഇനി നമുക്ക് ഞാൻ ചെറിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ലോലിപോപ്പ് പോലെയായി ഗൈസ്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ അതിൽ രസമുണ്ട്. നമുക്ക് ഇതുപോലെ ലീഫിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആട്ടോ നമ്മൾ ലാസ്റ്റ് എന്നല്ല, ഇതുപോലെയാണ് ഇപ്പം വന്നത്. നമുക്കൊരു വെൽക്കം എന്ന് എഴുതി കൊടുത്താലോ. അങ്ങനെ ഞാൻ വെൽക്കം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈലൈറ്റൊക്കെ ചെയ്യാം. ഞാൻ പിങ്ക് കൊണ്ട് അച്ഛനും കൊച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ ഇനി ഗൈസ് നമുക്ക് കുറച്ച് ജെംസ് ഒട്ടിച്ചെടുക്കാം. ജെംസ് മീൻസ് ഇതന്നെ ഇങ്ങനത്തെ. അപ്പോൾ ഞാനിവിടെ ഡാർക്കും ലൈറ്റും വരുന്ന പിങ്കും ഗ്രീനും ആട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പിങ്ക് ഹാർട്ടും ഒരു ഗ്രീൻ ഹാർട്ടും വെച്ചെടുക്കാം. പിന്നെ ഞാനൊരു പൂ വരക്കാൻ ഉദ്ദേശിച്ചാണ്. ലൈറ്റ് പിങ്ക് നടുക്ക് വെച്ചു, പിന്നെ അടിയിടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് പിങ്ക് കൊണ്ടൊന്ന് പൂവ് പോലെ വരക്കാൻ നോക്കി. ഇങ്ങനെ ഹാർട്ട് പോലെ വരൂലേ, പക്ഷേ വന്നത് അമീബേൻ്റെ ഷേപ്പിലാട്ടോ. പിന്നെ എല്ലാം കൂടെ ഒരു മുട്ട പുൽസ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആട്ടോ വരുന്നത്. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പച്ചയും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണൂലായിരിക്കും, കാരണം അത്രയും ലൈറ്റാട്ടോ ഈ പച്ച വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ജേണൽ? സബ്സ്ക്രൈബ് ചെയ്യണം.